ഞാൻ വീട്ടിലേക്ക് വരുന്നത് സിദ്ധാർത്ഥന് ഇഷ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. എനിക്ക് പുതിയ ഫുട്ബോൾ വേണ്ട നാളല്ലേ. വാ അമ്മേ, അച്ഛാ, അമ്മേ, അമ്മേ, അമ്മേ. എന്താടാ, എന്തു പറ്റി? എന്താടാ, എന്തു പറ്റി? നീ പെട്ടെന്ന് പോന്നു. ഇവിടുന്ന് കാർ അയച്ചില്ലല്ലോ, പിന്നെങ്ങനെ വന്നു? അത് പിന്നെ മാഡം, ഞാനും സിദ്ധും കൂടെ പാർക്കിൽ പന്ത് കളിക്കുമ്പോൾ പന്ത് തെറിച്ചിട്ട് ഞാൻ ബോള് വാങ്ങിത്തരാം. വാങ്ങിത്തരോ? കൃത്യസമയത്ത് ഈ മാഡം ബ്രേക്ക് ഔട്ടിയത് കൊണ്ട് കുട്ടൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഒന്നും പറയണ്ട, വലിയൊരു അപകടം ഒഴിഞ്ഞു പോയത്. അപ്പോ നീ ഇത് രണ്ടാം തവണയാ ഉത്തരവാദിത്വക്കുറവ് കാണിക്കുന്നേ. അന്ന് റൗഡികളുടെ കൂടെ സിദ്ധുവിനെ തല്ലുകൂടാൻ വിട്ടു. ഇന്ന് ഇങ്ങനെ ഒരു അപകടം. സിദ്ധുവിനെ സേഫായി നോക്കാനല്ലേ നിന്നെ നിയമിച്ചിരിക്കുന്നേ. ആ ചുമതല നിനക്ക് കൃത്യമായി ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ സാർ അത് പെട്ടെന്ന് നിന്നെ കൊണ്ടത് പറ്റത്തില്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കാം. എനിക്കറിയാം, മുഖം കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. ജാനകിയല്ലേ? അതെ. എടി ബഡ്കൂസേ, ഇത് ഞാനാ, യാമിനി വർമ്മ. The old partner in crime. യാമി, what a pleasant surprise. ഞാനിപ്പോ എന്താ പറയാ, വല്ലാത്തൊരു അതിശയം തന്നെ കേട്ടോ. വന്നേ മഹേട്ടാ, ഇത് ആരാണെന്നറിയോ? ഇവളെന്റെ ക്ലാസ്മേറ്റാ. മാറിവാനിയസില് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതെ, ക്ലാസ്മേറ്റ് മാത്രമല്ല, ഹോസ്റ്റൽ മേറ്റും കൂടിയായിരുന്നു. അന്ന് ഞങ്ങള് കോളേജിലും ഹോസ്റ്റലിലും കാണിക്കാത്ത പുകലൊന്നുമില്ല. ഇതാണ് എന്റെ മനസ്സിലായി, നിന്റെ ആള്. നമസ്കാരം. ഇത് എന്റെ മോൻ സിദ്ധു. സിദ്ധുവിനെ ഞാൻ പരിചയപ്പെട്ടു. ഒരു കുഴപ്പമില്ലായിരുന്ന കുഞ്ഞായിരുന്നു, പെട്ടെന്നായിരുന്നു ഒരു അപകടത്തില്. അപ്പോ എല്ലാം പറഞ്ഞു. ഇത് ചേട്ടന്റെ അമ്മയല്ലേ? ആ അതെ. അമ്മയാ. നമസ്കാരം. എനിക്ക് 2 ആൺമക്കളാ. അതില് മൂത്തവനാ ഇവൻ, മഹാദേവൻ. അല്ല, കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറച്ചുനാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നിന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഞാൻ കുറെ അന്വേഷിച്ചിരുന്നു. പിന്നെ കല്യാണം കുടുംബജീവിതം ഒക്കെ ആയി തിരക്കിലായിരുന്നു. നീ ഇപ്പൊ എവിടെയാ? എന്താ നിന്റെ വിശേഷം? പറയ. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. വീട്ടിൽ ഒരു അതിഥി വന്ന അവരെ വന്ന കാലം നിർത്തിക്കൊണ്ടാണോ ജാനകി സൂര്യങ്ങൾ തിരക്കുന്നത്? ഇവളെ കണ്ടപ്പോഴേ ഞാൻ എല്ലാം മറന്നുപോയി. യാമിനി ഇരിക്ക്, നീ ഇരിക്ക്. ഞാൻ നിനക്ക് കുടിക്കാൻ എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട, കുറച്ച് കഴിയട്ടെ. ജാനകി, ഇത് വല്ലാത്ത കോയിൻസിഡൻസ് ആയിപ്പോയി. അതെ അതെ. അല്ല, നിന്നിട്ട് വിശേഷങ്ങൾ പറയേ. ഇപ്പോഴും കായംകുളത്ത് തന്നെയാണോ താമസം? അല്ല, ഞാനിപ്പോ സ്റ്റേറ്റ്സിലെ ഫ്ലോറിഡയില്. അവിടെ സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യേ. അവിടെ സെറ്റിലായിട്ട് 10-20 വർഷം കഴിഞ്ഞു. ഇവിടെ കോവളത്തൊരു ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് സൈക്കോളജി നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഇവിടെ വന്നത്. വന്നിട്ട് 2 ദിവസമായി. അപ്പോ താമസമൊക്കെ
സംഘാടകര് ഇവിടെ ഒരു ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ, അത് കൊള്ളാം. എടി, ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വീടുള്ളപ്പോ നീ എന്തിനാ വല്ല ഹോട്ടലിലും പോയി താമസിക്കുന്നേ? നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോര്. തിരികെ അമേരിക്കയിലേക്ക് പോകുന്നവരെ നിനക്ക് സ്വസ്ഥമായി സ്വതന്ത്രമായി ഇവിടെ താമസിക്കാം. ആ, നല്ല ഒന്നാന്തരം ഹോംലി ഫുഡും കഴിക്കാം. അതാ നല്ലത്. ഇവിടെ ആകുമ്പോ ഹോട്ടലിലെ ഏകാന്തതയെ മാറി കിട്ടും. അതെ, നിങ്ങളുടെയൊക്കെ താല്പര്യം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ദേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, സിദ്ധാർത്ഥന്റെ ട്രീറ്റ്മെന്റ് ഒരു സിദ്ധവൈദ്യന്റെ ചികിത്സയിലായിരുന്നു. അയാളുടെ ചികിത്സയിൽ അവന്റെ രോഗം ഭേദമായതോ. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, ഇടയ്ക്ക് ഓർമ്മ കിട്ടും, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. സിദ്ധാർത്ഥന് ഇടയ്ക്കിടയ്ക്ക് പഴയ ഓർമ്മകൾ വരുന്നത് നല്ല ലക്ഷണോ? ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സിദ്ധാർത്ഥന്റെ അസുഖം ഭേദമാക്കാൻ എനിക്ക് ചിലപ്പോൾ സാധിച്ചേക്കും. മോളെ ദൈവമായിട്ടായിരിക്കും ഇവിടെ എത്തിച്ചത്. സിദ്ധുവിന് വേണ്ടി ഞങ്ങൾ ചെയ്യാത്ത വഴിപാടുകളും നേർച്ചകളും ഇല്ല. അതിന്റെ ഫലമായിട്ടായിരിക്കും സിദ്ധുവിനെ ഈശ്വരൻ മോളുടെ മുമ്പിൽ എത്തിച്ചത്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പൊന്നുമോന്റെ അസുഖം മാറ്റിത്തരണം. ഞാൻ ഭേദമാക്കി തരാം. സിദ്ധാർത്ഥന്റെ രോഗം ഭേദമാക്കാന്നല്ലേ യാമിനി പറയുന്നത്. അങ്ങനെ യാമിനി അവന്റെ രോഗം ഭേദമാക്കിയ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? എന്റെ മായെ, സിദ്ധാർത്ഥന്റെ രോഗം ഭേദമാക്കി തരാം എന്ന് പറഞ്ഞ് എത്ര പേര് ഈ വീട്ടിൽ കയറി ഇറങ്ങി. എന്നിട്ട് എന്തായി? ആരൊക്കെ എന്തൊക്കെ ചികിത്സ നടത്തിയാലും ഒടുവിൽ എന്താ സംഭവിക്കുന്നത്? അവര് മരുന്ന് കൊടുത്തിട്ട് പോകും, നമ്മൾ മരുന്ന് മാറ്റിക്കൊടുത്ത് പഴയ അവസ്ഥയിലെത്തിക്കും. അതല്ലേ മുറയ്ക്കിവിടെ നടക്കുന്നത്? അതെ, എന്നാലും ഒരെന്നാലും ഇല്ല. ഇപ്പൊ വന്ന ഈ സ്ത്രീ നമുക്കൊരു വിഷയമല്ല മായേ. അതുകൊണ്ട് നീ വെറുതെ ആദ്യ പിടിക്കണ്ട. എന്റെ തലവേദന ഇതൊന്നുമല്ല. എനിക്ക് ഏറ്റവും പ്രധാനം സിദ്ധാർത്ഥന്റെ കയ്യിലുള്ള പെൻഡ്രൈവാ. നമുക്ക് കിട്ടിയ പെൻഡ്രൈവുള്ള വിവരങ്ങളൊക്കെ ആരോ ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞില്ലേ? പിന്നെ അവന്റെ കയ്യിൽ നിന്ന് പെൻഡ്രൈവ് എങ്ങനെ എടുക്കും? അവൻ ഉറങ്ങുമ്പോൾ അവന്റെ മുറിയിൽ കയറി അവിടെ മുഴുവൻ തെരഞ്ഞ് ആ ഒറിജിനൽ പെൻഡ്രൈവ് കണ്ടുപിടിക്കണം. അത് ഉടനെ വേണം. അഥവാ അവൻ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പഴയതെല്ലാം അവന്റെ മനസ്സിൽ ഓർമ്മ വരും. അതിനു മുമ്പ് നമുക്ക് ആ പെൻഡ്രൈവ് കണ്ടെത്തണം. ആര് നിർത്താനും എന്ത് സംഭവിച്ചാലും ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചതിന് ഇനി ഒരു മാറ്റമില്ല. ഇവിടെ വച്ച് നമ്മുടെ വിവാഹം എൻ്റെ അച്ഛനെയും അമ്മയും മുത്തശ്ശിയും ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഗോപിയുടെ വീട്ടുകാരെ ഗോപിയെ ഹാൻഡിൽ ചെയ്യണം. അവർക്കാർക്കും നമ്മുടെ വിവാഹം ഇഷ്ടപ്പെടില്ല ഋഷി. അവർ നമ്മൾ അംഗീകരിക്കില്ല, സ്വീകരിക്കില്ല. വേണ്ട, സ്വീകരിക്കണ്ട. അവരാരും സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കും. താലി അർപ്പിക്കോളൂ.
ഇനി 3 പ്രാവശ്യം വല ചുറ്റി വന്നോളൂ. ഋഷി ഋഷി അയ്യോ എന്താ ഋഷി അയ്യോ അയ്യോ ജാനകി, ജാനകി, എന്താ എന്താ പറ്റിയത്? നീ എന്താ വല്ല ദുസ്വപ്നവും കണ്ടോ? നീ കരയാതിരിക്കേ. ഒരു സ്വപ്നമല്ലേ? ഒരു സ്വപ്നം കണ്ടാലും നീ എന്തിനാ കരയുന്നേ? ജാനകി, നീ എന്താ സ്വപ്നത്തിൽ കണ്ടത്? പറയ് ജാനകി, എന്താ കണ്ടത്? അത് പറയാൻ തന്നെ എനിക്ക് പേടിയാവുക. നീ എന്തിനാ പേടിക്കുന്നത്? അതുപോലൊരു സ്വപ്നം ഞാൻ കണ്ട്. ഒരു ക്ഷേത്രത്തിലെ വലിയൊരു മണി അതടർന്ന് നമ്മുടെ മോന്റെ ഋഷിയുടെ തലയിൽ വീണു. ജാനകി, നീ കരയല്ലേ? അതൊരു സ്വപ്നമല്ലേ? സ്വപ്നത്തെ കണ്ടതുപോലെ ഒന്നും സംഭവിക്കില്ല. നീ അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട. സമാധാനമായിട്ട് കിടന്നുറങ്ങി വാ. എനിക്കിപ്പോ ഋഷിയെ കാണണം. എന്തിനാ ഇപ്പൊ അവനെ കാണുന്നേ? വെറുതെ അവന്റെ ഉറക്കം കൂടി കളയാന്. നീ കിടന്നേ. ഇല്ല, എനിക്ക് ഋഷിയെ കാണണം. ജാനകി, ഞാൻ പറയുന്ന കേക്ക്. നിക്കേ. കണ്ടില്ലേ, അവനൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല. നീ വന്നേ, പ്രാർത്ഥിച്ച് സമാധാനമായി കിടന്നുറങ്ങാൻ നോക്ക്. വാ. നല്ല ഉറക്കവാ. ഇത് തന്നെയാണ് പറ്റിയ അവസരം. സിദ്ധുവിന്റെ മുറിയിൽ നിന്നാണല്ലോ ശബ്ദം. എന്തോ തറയിൽ വീണാന്ന് തോന്നുന്നു.
ആ ദാ ഇതാ വീണത്. ഈ കാറങ്ങനെ തറയി വീണു. സിദ്ധു ശ്രദ്ധിക്കാതെ ഇത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും. അവൻ നല്ല ഉറക്കത്തിലാ. ഉറങ്ങട്ടെ, ശല്യം ചെയ്യാൻ നിൽക്കണ്ട. ആ അപ്പുവിനെ ഒന്ന് വിളിക്കാം. അവനെ വിളിച്ച് കൂട്ടുകെടുത്താം. അപ്പോ 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 സാറേ, എന്താ സാറേ? ആ അപ്പോ ഇനി മുതൽ നീ സിദ്ധുവിന്റെ കൂടെ കിടന്നാ മതി. ഇവനെ ഒറ്റയെ കിടത്താ ഒരു പേടി. നീ പുറത്ത് കിടക്കാതെ അകത്ത് കയറി കിടക്ക്. ശരി സാറേ, ഞാൻ പോയി എൻ്റെ ബെഡ് എടുത്തിട്ട് വരാം. ആ ശരി. ആ വാ. മാഡം എന്താ സ്വകാര്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അയ്യോ മാഡം, അയ്യോ ഞാൻ നിന്റെ കാല് പിടിക്കാം. അയ്യോ എന്റെ മോനെ എനിക്ക് തിരികെ തരണം. മാഡം എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേവിയെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അതത്ര നല്ല സ്വപ്നമൊന്നുമല്ല. എന്റെ മോൻ ഋഷി ക്ഷേത്രത്തിൽ വെച്ച് ഗോപികയുടെ കഴുത്തിൽ താലി കെട്ടിയ ശേഷം അവർ രണ്ടുപേരും ചേർന്ന് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുന്ന നേരത്ത് മണി വീട് ഗോപിക ഋഷി വിവാഹം കഴിച്ച ജ്യോത്സ്യം പറഞ്ഞതുപോലെ സംഭവിക്കും. അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കാനാവും. ഈശ്വരൻ ഇങ്ങനെ ഒരു സ്വപ്നം എൻ്റെ കണ്ണി കാണിച്ചു തന്നത്. ഋഷി ഗോപിയുടെ കഴുത്തിൽ താലി കെട്ടിയ അവന്റെ ആയുസിന് ആപത്ത് സംഭവിക്കുമ്പോളെ അതച്ചട്ട. ഋഷിയാണെങ്കിൽ ഗോപിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശിയിലാണ് നിൽക്കുന്നത്. ആ കല്യാണം നടക്കരുത്, നടക്കാൻ പാടില്ല. എന്റെ ഋഷി എനിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല. ഞങ്ങളുടെ മൂത്ത മകന്റെ അവസ്ഥയിൽ തളർന്നിരിക്കുന്നവരാ ഞാനും അവന്റെ അച്ഛനും മുത്തശ്ശിയല്ല. ഞങ്ങൾക്കിപ്പോ ആകെയുള്ള പ്രതീക്ഷ ഋഷിയ. അവനെ ദയവ് ചെയ്ത് ഞങ്ങളിന്ന് തട്ടിയെടുക്കരുത്. അപേക്ഷിക്കുക, ഭിക്ഷ പോലെ എന്റെ മകന്റെ ജീവന് വേണ്ടി യാചിക്കുക. എങ്ങനെയെങ്കിലും ഗോപിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഗോപിക പറഞ്ഞാലേ ഋഷി ഇതിന്ന് പിന്മാറും. മോന്ന് പറഞ്ഞ ഗോപിക കേൾക്കില്ലേ? കേൾക്കണം. ഈ അമ്മയുടെ കണ്ണുനീര് മോള് കാണണം.
ചെല്ല. ഋഷിയുടെ മേലെ ഇനി ഒരു അവകാശവും പറഞ്ഞ് ഗോപിക വരില്ല. ഗോപികയിൽ നിന്ന് ഇനി ഒരു ബുദ്ധിമുട്ടും മാഡത്തിനും മാഡത്തിന്റെ കുടുംബത്തിനും ഉണ്ടാവില്ല. ഇതെന്റെ വാക്ക.